केरला के गवर्नर श्रीमान आरिफ मोहम्मद खान, मुख्यमंत्री श्रीमान पिनाराई विजयन जी, केरला सरकार के मंत्रीगण, अन्य महानुभाव, कोच्चि के मेरे भाइयों और बहनों, കേരളത്തിന്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി, കേരള സർക്കാരിൻ്റെ മന്ത്രിമാർ, മറ്റ് ബഹുമാന്യരെ, കൊച്ചിയിലെ എൻ്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, आज केरला का कोना कोना ओणम के पावन उत्सव की खुशियों से सरोबार है। उत्साह के इस अवसर पर केरला को कनेक्टिविटी से जुड़ी 4,600 करोड़ रुपए से अधिक की परियोजनाओं का उपहार मिला है। കേരളത്തിൻ്റെ ഈ മണ്ണിൽ ഇന്ന് ആഹ്ലാദപൂർവം ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഹ്ലാദകരമായിട്ടുള്ള അവസരത്തിൽ കേരളത്തിൻ്റെ കണക്ടിവിറ്റിക്ക് വേണ്ടി 4,600 കോടി രൂപ അധികമായിട്ടുള്ള പദ്ധതി ഉപകാരമായിട്ട് ഇവിടെ ലഭിക്കുകയാണ്. ईज ऑफ लिविंग और ईज ऑफ डूइंग बिजनेस को बढ़ाने वाले इन प्रोजेक्ट्स के लिए मैं आप सभी को बहुत बहुत बधाई देता हूं। ഈസ് ഓഫ് ലിവിങ്ങിനും അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനും ഗുണകരമായിട്ടുള്ള ഈ പ്രോജക്റ്റുകൾ ഈ കേരളത്തിൽ ലഭിച്ച അവസരത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. हम भारतवासियों ने आजादी के अमृत काल यानी आने वाले 25 साल में विकसित भारत के निर्माण का विराट संकल्प लिया है। विकसित भारत के इस रोड मैप में आधुनिक इंफ्रास्ट्रक्चर का बहुत बड़ा रोल है। आज केरला के इस महान धरती से विकसित भारत के लिए एक और बड़ा कदम उठाया गया है। കേരളം ഭാരതമെന്ന ആസാദി കാ അമൃതകാൽ ആഘോഷിക്കുകയാണ്. അതായത് അടുത്ത 25 വർഷ കാലഘട്ടം ഭാരതം മഹത്തായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഭാരത വികസനത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ആധുനിക അടിസ്ഥാന വികസനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഇന്ന് കേരളത്തിൻ്റെ ഈ മഹത്തായിട്ടുള്ള ഭൂമിയിൽ വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഘട്ടം തുടങ്ങുകയാണ്. साथियों, मुझे याद है, मुझे जून 2017 में कोच्चि मेट्रो के अलुवा से पलावीरट्टोम तक के सेक्शन का उद्घाटन करने का अवसर मिला था। आज कोच्चि मेट्रो फेज 1 एक्सटेंशन का उद्घाटन हुआ है। साथ ही कोच्चि मेट्रो के दूसरे फेज के लिए शिलान्यास भी हुआ है। സുഹൃത്തുക്കളെ, എനിക്ക് ഓർമ്മയുണ്ട് 2017 കൊച്ചി മെട്രോയുടെ ആലുവയിൽ നിന്ന് പാലാരിവട്ടം വരെയുള്ള ആ ഭാഗത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയ അവസരം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് കൊച്ചി മെട്രോയുടെ ഫേസ് 1 എക്സ്റ്റൻഷൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ ഫേസ് രണ്ടാമത്തെ ഫേസിൻ്റെ ഏതാണ്ട് ശിലാസ്ഥാപനവും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. कोच्चि मेट्रो का दूसरा फेज जेएलएन स्टेडियम से इंफो पार्क तक जाएगा। ये एसईजेड कोच्चि स्मार्ट सिटी को कक्कानाडा से भी जोड़ेगा। यानी कोच्चि मेट्रो का दूसरा फेज हमारे युवाओं के लिए, प्रोफेशनल्स के लिए बहुत बड़ा वरदान साबित होने जा रहा है। കൊച്ചി മെട്രോയുടെ
രണ്ടാം ഫേസ് JLN സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ പോകുന്നതാണ്. തീർച്ചയായിട്ടും സെസിൻ്റെ കൊച്ചി സ്മാർട്ട് സിറ്റി മുതൽ കാക്കനാട് വരെയും ഇത് ബന്ധിപ്പിക്കുന്നതാണ്. അതായത് കൊച്ചി മെട്രോ ഇവിടെ രണ്ടാമത്തെ ഫേസ് നമ്മുടെ യുവാക്കൾക്ക് അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് വളരെ വലിയ ഒരു വരദാനമാണ്. कोच्चि में पूरे देश के अर्बन डेवलपमेंट, ट्रांसपोर्ट डेवलपमेंट को नई दिशा देने वाला काम भी शुरू हुआ है. അതുപോലെ തന്നെ കൊച്ചിയിൽ ഈ പദ്ധതിയോടുകൂടി ഭാരതത്തിൻ്റെ മുഴുവൻ നഗരവികസനത്തിൻ്റെയും അതുപോലെ തന്നെ ഗതാഗത വികസനത്തിനും പുതിയ ദിശ നൽകുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണ്. कोच्चि में यूनिफाइड मेट्रोपॉलिटन ट्रांसपोर्ट अथॉरिटी उसको लागू किया गया है. ये अथॉरिटी ट्रांसपोर्ट के जितने भी साधन हैं जैसे मेट्रो, बस, वाटरवे सभी को इंटीग्रेट करने का काम करेगी. കൊച്ചിയിൽ യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആരംഭിച്ചിരിക്കുകയാണ്. ഈ അതോറിറ്റിയുടെ കീഴിൽ ഈ ഗതാഗതത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുങ്ങുകയാണ്. അതായത് മെട്രോ, അതുപോലെ തന്നെ ബസ്, വാട്ടർവേ, അതുപോലെ തന്നെ ഇതിനെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതുകൊണ്ട് നടക്കുന്നത്. मल्टी मॉडल कनेक्टिविटी के इस मॉडल से कोच्चि शहर को सीधे सीधे 3 लाभ होंगे. ये शहर के लोगों का कहीं आने जाने में लगने वाला समय कम करेगा, सड़कों पर ट्रैफिक का कम रहेगा और शहर में प्रदूषण भी कम करेगा. ഈ മൾട്ടി മോഡൽ കണക്ടിവിറ്റി കൊണ്ട് ഈ കൊച്ചിക്ക് കിട്ടുന്ന ഏതാണ്ട് 3 ഗുണങ്ങളാണ്. അതായത് നഗരത്തിൽ ഗതാഗതത്തിൻ്റെ കുറവുണ്ടാകും, അതുപോലെ തന്നെ ഈ യാത്ര ചെയ്യുന്നതിനുള്ള സമയക്കുറവുണ്ടാകും, അതുപോലെ തന്നെ ഈ നഗരത്തിൽ മലിനീകരണത്തിൻ്റെ കുറവുമുണ്ടാകും. पर्यावरण की रक्षा के लिए भारत ने जो नेट जीरो का विराट संकल्प लिया है, ये उसमें भी मदद करेगा. इससे कार्बन फुटप्रिंट कम होगा. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഭാരതം മുന്നോട്ട് വെക്കുന്ന നെറ്റ് സീറോ എന്നുള്ള ആ മഹത്തായ ലക്ഷ്യം അത് കൈവരിക്കുന്നതിന് വേണ്ടി ഇത് തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ട് തന്നെ കാർബൺ ബഹിഷ്കരണം കുറയുകയും ചെയ്യും. बीते 8 वर्षों में केंद्र सरकार ने मेट्रो को अर्बन ट्रांसपोर्ट का सबसे प्रमुख साधन बनाने के लिए लगातार काम किया है. केंद्र सरकार ने मेट्रो को राजधानी से निकालकर राज्य के दूसरे बड़े शहरों में भी विस्तार दिया है. കഴിഞ്ഞ 8 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഈ മെട്രോയിനെ ഈ നഗരവികസനത്തിൻ്റെ നഗരഗതാഗതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗതാഗത സംവിധാനമാക്കി മാറ്റുകയാണ്. ഈ കേന്ദ്രം മെട്രോയിനെ നമ്മുടെ തലസ്ഥാന നഗരങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഏതാണ്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. हमारे देश में पहली मेट्रो करीब 40 साल पहले चली थी. उसके बाद के 30 साल में देश में 250 किलोमीटर से भी कम मेट्रो नेटवर्क तैयार हो पाया था. बीते 8 वर्षों में देश में मेट्रो का 500 किलोमीटर से ज्यादा का नया रूट तैयार हुआ है और 1000 किलोमीटर से अधिक के मेट्रो रूट पर काम चल रहा है. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് മെട്രോ വന്നത് ഏതാണ്ട് 40 വർഷം മുമ്പാണ്. അതിനുശേഷം 30 വർഷ കാലഘട്ടം കൊണ്ട്
ഏതാണ്ട് 250 കിലോമീറ്ററിൽ കുറവ് ആണ് നമുക്ക് മെട്രോ നെറ്റ്വർക്ക് തയ്യാർ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ പക്ഷേ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഏതാണ്ട് 500 കിലോമീറ്ററിലേറെ ഈ മെട്രോ റൂട്ട് നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചു. മാത്രമല്ല, പറയുവാൻ സന്തോഷമുണ്ട്, ഏതാണ്ട് 1000 കിലോമീറ്ററിന്റെ അധികമായിട്ടുള്ള മെട്രോ റൂട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. केरला की विशेषता ये रही है, यहां लोगों की विशेषता रही है कि यहां केयर और कंसर्न समाज जीवन का हिस्सा है। कुछ दिन पहले ही मुझे हरियाणा में मां अमृतानंदमयी जी के अमृता अस्पताल के उद्घाटन का अवसर मिला। करुणा से भरी हुई अमृतानंदमयी अम्मा का आशीर्वाद पाकर मैं भी धन्य हो गया। मैं आज केरला की धरती से उनका फिर एक बार आभार व्यक्त करता हूं। കേരളത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സംരക്ഷണവും കരുതലുമാണ്. അത് സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമൃത ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. കരുണാമയിയായിട്ടുള്ള അമൃതാനന്ദമയിയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ധന്യനായി. ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. साथियों, हमारी सरकार सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के मूल मंत्र पर काम करते हुए देश का विकास कर रही है. സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാർ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് അവർ സബ്കാ പ്രയാസ് എന്ന മൂലമന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. आजादी के इस अमृत काल में हम सभी मिलकर विकसित भारत का रास्ता सशक्त करेंगे. इसी कामना के साथ फिर एक बार आप सभी को विकास परियोजनाओं की बहुत बहुत बधाई. फिर से एक बार सबको ओणम की शुभकामनाएं. बहुत बहुत धन्यवाद.